ഇന്ന് നല്ല മുട്ടം പണി കിട്ടിയ ദിവസമായിരുന്നേ. വൈകിട്ട് വീട്ടിലെത്തിയിട്ട് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല. ബാറ്ററി ഡൗൺ ആണെന്ന് എന്തായാലും എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ബാറ്ററി ഊരിയെടുത്ത് ഒരു ഓട്ടോ പിടിച്ച് നേരെ പാച്ചലൂരുള്ള ബാറ്ററി ഷോപ്പിൽ കൊണ്ടുകൊടുത്തു. ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് നോക്കാന്നാണ് ആശാൻ പറഞ്ഞത്. അങ്ങനെ അവിടെ ബാറ്ററി കൊടുത്തിട്ട് വീണ്ടും ഓട്ടോയിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോയി. ബാറ്ററി എന്തായാലും ചാർജ് ചെയ്ത് ഫുള്ളാക്കിയിട്ട് നാളെ കിട്ടുള്ളൂ. നാളെ ഒരു ഉച്ചയ്ക്കാകുമ്പോൾ പോകാനാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും പുറത്തോട്ടൊന്നും പോകുന്ന കാര്യം നടക്കൂല. നേരെ വീട്ടിലെത്തിയിട്ട് അവിടെ കിടക്കാൻ തന്നെ. അങ്ങനെ ഓട്ടോക്കാരന് കാശും കൊടുത്തിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് തേര് കയറി നടക്കുവാണ്. വീട്ടിലെത്തിയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഫോണും നോക്കി അങ്ങനെ കിടന്നുറങ്ങാം. പിറ്റേന്ന് രാവിലെ ആയി ഒരു 11:30 മണിയൊക്കെ ആയിട്ടോ. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോയിട്ട് അനിയൻ്റെ ഒന്ന് വണ്ടി വാങ്ങിച്ചിട്ട് നേരെ ബാറ്ററി ഷോപ്പിൽ പോയി ബാറ്ററി വാങ്ങാം. വീട്ടിൽ ചെന്ന് സ്കൂട്ടർ എടുത്ത് നേരെ ബാറ്ററി ഷോപ്പിലേക്ക് പോയി അവിടെ നിന്ന് ബാറ്ററി എടുത്ത് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ബൈക്കിന്റെ ഈ ബാറ്ററി ഫുള്ളാക്കാനായിട്ട് 100 രൂപയാണ് ചാർജ് വാങ്ങിയത്. വീട്ടിൽ ചെന്ന് ബാറ്ററി ഫിറ്റ് ചെയ്യാനുള്ള ടൂളൊക്കെ എടുത്തിട്ടാണ് ബൈക്കിന്റെ അടുത്തേക്ക് പോകുന്നത്. ദാണ്ട ഇരിപ്പുണ്ട് നമ്മുടെ ബൈക്ക്. അങ്ങനെ പണി തുടങ്ങി. ബാറ്ററിയുടെ ആ ഒരു സംഭവമൊക്കെ ഇളക്കി മാറ്റിയിട്ട് നമുക്ക് ബാറ്ററി ഫിറ്റ് ചെയ്യാട്ടോ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കുത്തിയിരുന്നിട്ട് ബാറ്ററിക്ക് നമ്മൾ ഫിറ്റ് ചെയ്തു. ഇനി ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. അങ്ങനെ ചാവി ഇട്ടിട്ട് ബിസ്മില്ല പറഞ്ഞ് സ്റ്റാർട്ടാക്കാൻ പോവാണ്. നമുക്ക് ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഭാഗ്യത്തിന് ബൈക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി ബൈക്ക് എടുത്ത് ഷോപ്പിലേക്ക് പോവാം. ഒരു ദിവസം ബൈക്കില്ലാത്തതുകൊണ്ട് എങ്ങും പോവാതെ വീട്ടിൽ കിടന്നതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. ഇനി ജസ്റ്റ് പുറത്തൊക്കെ പോയി ഒരു കറക്കൊക്കെ ഇറങ്ങാം.